ഹായ്. അപ്പം ഇനി വെളുത്തുള്ളി തൊലിച്ച് ആരും മടുക്കണ്ട കേട്ടോ. അപ്പോൾ ഇതാ തൊലിച്ച വെളുത്തുള്ളിയൊക്കെ ഇപ്പോൾ വാങ്ങാൻ കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പം ഇനിയിപ്പോൾ അച്ചാറിടാൻ വെളുത്തുള്ളി അച്ചാർ ഇഷ്ടമുള്ളവരൊക്കെ ഉണ്ടാവും. അപ്പം തൊലിക്കാൻ മടി വിചാരിച്ച് ആരും ഇരിക്കണ്ട. അപ്പോൾ തൊലിച്ച വെളുത്തുള്ളിയൊക്കെ ഇതാ ഞങ്ങളിത് ഇന്നലെ രാത്രി വരുമ്പോൾ കൊണ്ടുവന്നതാണ് കേട്ടോ അത് അച്ചാറിടാൻ വേണ്ടിയിട്ട്. അപ്പം ഞങ്ങൾ കുറച്ചധികം തന്നെ വാങ്ങിയിട്ടുണ്ട് അച്ചാറിടാൻ. അധികം ആൾക്കാർക്കും വെളുത്തുള്ളി അച്ചാറാണ് ചോദിക്കുന്നത്. അപ്പം നമുക്ക് പൊതുവേ വെളുത്തുള്ളി തൊലിക്കാനൊരു മടിയാണല്ലോ. അപ്പോൾ അത് വിചാരിച്ചിട്ട് ഒന്ന് ബാക്കി കഴിഞ്ഞിട്ട് വെളുത്തുള്ളി അച്ചാറിൻ്റെ കാര്യത്തിൽ എന്നാലും 3-4 പ്രാവശ്യമൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഇങ്ങനെ തൊലിച്ചത് കിട്ടണതുകൊണ്ട് പിന്നെ എളുപ്പമായല്ലോ. ഇതിപ്പോൾ തൊലിച്ചത് അങ്ങനെ നല്ല ഫ്രഷ് വെളുത്തുള്ളിയാണ് കേട്ടോ. മെഷീനിലാവും ഇപ്പോൾ ഇതൊക്കെ തൊലിക്കുണ്ടാവുക. പക്ഷേ അതുകൊണ്ട് വെളുത്തുള്ളിക്ക് പൊട്ടലോ അങ്ങനെ ചതവോ ഒന്നുമില്ല കേട്ടോ. നമ്മൾ തൊലിക്കണ പോലെ തന്നെ നല്ല ഫ്രഷായിട്ട് വെളുത്തുള്ളി കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് ഞാൻ നല്ലൊന്ന് കഴുകി എടുക്കുകയാണ്. കഴുകിയിട്ട് ഒരു ഓട്ടപാത്രത്തേക്ക് ഊറ്റി വെക്കണം കേട്ടോ, വെള്ളം വടിയാൻ വേണ്ടിയിട്ട് അച്ചാറിടാൻ. എന്നിട്ട് ഇനിയിപ്പോൾ വെള്ളം വടിഞ്ഞതിന് ശേഷം ഇപ്പോൾ അച്ചാറിടണത്. അപ്പോൾ ഇതാ നല്ല വെളുത്തുള്ളിയാണ് കേട്ടോ, അങ്ങനെ ചതഞ്ഞതും പൊട്ടിയതും ഒന്നുമില്ല. ഇനിയിപ്പോൾ ഇത് ഞാനൊന്ന് കഴുകി ഓട്ടപാത്രത്തേക്ക് ഊറ്റി വെക്കണം കേട്ടോ. അപ്പോൾ കഴുകാനിപ്പോൾ നമ്മൾ എന്തായാലും നല്ല കഴുകേണ്ടി വരും. അത് ഇപ്പോൾ കഴുകിയിട്ടൊന്നും ആവില്ല വരുന്നത്. അപ്പോൾ ഇതാ നല്ല വെളുത്തുള്ളിയാണ് കേട്ടോ. ഇനിയിപ്പോൾ ഇത് അച്ചാറിടാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ആരും മടി വിചാരിച്ച് വെളുത്തുള്ളി അച്ചാറിടാതെ ഇരിക്കൊന്നും വേണ്ട കേട്ടോ. അപ്പോൾ അച്ചാറിടാനൊക്കെ വേണ്ടിയിട്ടുള്ള വെളുത്തുള്ളി ഇതാ നമുക്ക് വാങ്ങാനും കിട്ടുന്നുണ്ട് തൊലിച്ചത്. അപ്പോൾ ഇതാ ഞാൻ വെളുത്തുള്ളിയൊക്കെ അച്ചാറിട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാനിപ്പോൾ ചൂടോടെ ഇറക്കി വെച്ചതാണ് കേട്ടോ. അപ്പോൾ ഇത്രേ ഉള്ളൂ. ടാറ്റാ.